ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തരമാറ്റിലെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിട്ട് നേരെ ഹാളിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ വന്നിരുന്ന് അവൾ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നത് അഭിയും ജലജയും കൂടി മാറി നിന്ന് കാണുകയാണ്. എന്നിട്ട് ജലജ അഭിയോട് പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ വലിയ മോഡലാണെന്നാണ് അവളെ വിചാരം. ആരെങ്കിലും കണ്ടാൽ ഇന്ന് തന്നെ അവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് എന്ന് ജലജ പറയുകയാണ്. എന്നിട്ട് ആ സമയത്ത് നീ തക്കതായിട്ടുള്ളൊരു തീരുമാനം നല്ലത് തന്നെ എടുക്കണം അബി. അതോട് കൂടിയിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് ജലജ അബിയോട് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതേ അമ്മേ, ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ നല്ലൊരു തീരുമാനം തന്നെ ആ സമയത്ത് എടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നവ്യയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് ജാനകി വരികയാണ്. അപ്പോൾ ജാനകി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് നവ്യ നീ ഈ ഇട്ടിരിക്കുന്നത്? ഈ വീട്ടിലും ചേർന്ന ഒരു വസ്ത്രം എന്നല്ല നീ ഇട്ടിരിക്കുന്നത്, അതും ഇട്ടുകൊണ്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞാനിത് ഇട്ടിട്ട് ഇവിടെ നിൽക്കാനല്ല, പുറത്തേക്ക് പോകാൻ വേണ്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രമാണെന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ചെറിയ ചോദിക്കുന്നുണ്ട്, നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? ഇതിട്ടുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ പേരൊക്കെ എന്തായിരിക്കും? ഇതുവരെ ആരും ഇങ്ങനത്തെ വസ്ത്രമൊന്നും ഇവിടെ ധരിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകിയുടെ അടുത്ത് നവ്യ ചോദിക്കുകയാണ്, ചെറിയമ്മയ്ക്ക് എന്താ അവകാശമാണുള്ളത്? ഞാൻ എങ്ങനത്തെ ഡ്രസ്സ് ഇടണ്ട എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അവകാശമാണ്. അത് ചോദ്യം ചെയ്യാനായിട്ട് ഒരാളും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെയും ജലജയും അഭിയും കൂടി മാറി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയമ്മയ്ക്ക് ഇതൊക്കെ ഇട്ടിട്ട് വല്ല കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പ്രശ്നമല്ല, അത് ചെറിയമ്മയുടെ കുഴപ്പമാണ്. എനിക്ക് എന്ത് ഡ്രസ്സ് ഇടണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുന്നതിൻ്റെയും കാണുന്നതിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ്. നിങ്ങൾ ഓൾഡ് ജനറേഷനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നം ഇത് കിട്ടാൻ ഒരു കുഴപ്പമില്ലെന്നറിയില്ല, ഇതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുള്ളൂ എന്നുള്ള കാര്യം നവ്യ ജാനകിയോട് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ ആരോട് ഈ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞു തന്നെയാണോ നവ്യ സംസാരിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളുടെ മകൻ കല്യാണം കഴിച്ചിട്ട് നിങ്ങളുടെ മകൻ്റെ ഭാര്യ ഇതേപോലുള്ളൊരു വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങളതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് പോകും. ഞാനിവിടെ ഒന്നും പറയില്ല എന്ന് വിചാരിച്ചിട്ടാണോ എൻ്റെ മേക്കോട്ട് കയറാനായിട്ട് ചെറിയമ്മ വരുന്നത് എന്ന് നവ്യ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ, താല്പര്യമുണ്ടെങ്കിൽ കേട്ട് നിന്നാൽ മതി, ഇല്ലെങ്കിൽ മിണ്ടാതെ അങ്ങ് മാറി നിന്നോണം, അല്ലാതെ ഞാൻ എന്ത് ചെയ്യുന്നു എന്നും നോക്കി എന്നെ കുറ്റപ്പെടുത്താനായിട്ട് വരണ്ട എന്ന് പറയുകയാണ്. അതിനുശേഷം നേരെ തന്നെ അവൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകിക്ക് വളരെയധികം വിഷമമാവുന്നുണ്ട്. ഈ സമയം അഭിയും ജലജയും കൂടി സംസാരിക്കുന്നുണ്ട്. നവ്യ ഇങ്ങനെയൊക്കെ ജാനകിയോട് സംസാരിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, പക്ഷേ എന്തായാലും പറഞ്ഞത് നന്നായി. കാരണം നിൻ്റെ കല്യാണ സമയത്ത് ഈ ദേവിയാനിയും ജാനകിയും കൂടിയിട്ട് എന്നെ ഒരുപാട് അങ്ങ് വിഷമിപ്പിച്ചായിരുന്നു. ഇതുപോലെ വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. അതിനൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ഇപ്പം നവ്യ ജാനകിയോട് പറഞ്ഞത്. അതെനിക്ക് എന്തായാലും വളരെയധികം സന്തോഷമായി. എല്ലാത്തിനുള്ള മറുപടി ഇപ്പോൾ ജാനകിക്ക് കിട്ടി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇത് പിന്നെ കറക്റ്റ് സമയത്ത് നീ ഒരു തീരുമാനം എടുക്കണം ടബി, ആ കാര്യത്തിൽ നീ മറക്കരുത് എന്നും കൂടി ജലജ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് അബിയെ. പിന്നീട് കാണിക്കുന്നത് ആദർശും നയനയും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി പോയിരുന്ന ഒരു പൂക്കാരി വന്നിട്ട് ഗ്ലാസ്സിൽ തട്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്ലാസ് താഴ്ത്തി നോക്കിയപ്പോൾ മുമ്പ് ഇതേപോലെ മുല്ലപ്പൂ വിൽക്കാൻ വന്നിരുന്ന ആ ഒരു സ്ത്രീയാണ് വന്നിരിക്കുന്നത്. ആദർശിനെ കണ്ടോടുകൂടി, അയ്യോ സാറായിരുന്നോ, വേണ്ട വേണ്ട, ഗ്ലാസ് കയറ്റിക്കോളൂ, ഞാൻ പൊക്കാളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആ സ്ത്രീയെ വിളിച്ചു നിർത്തുകയാണ്, നിൽക്കവിടെ എന്ന് പറയുകയാണ്. എന്നിട്ട് എനിക്ക് ഒരു 5 മുഴം മുല്ലപ്പൂ എടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടോടുകൂടി ആ മുല്ലപ്പൂക്കാരി ആകെ ഒരു അമ്പരന്ന് പോവുകയാണ്. അന്ന് ഈ സ്ത്രീയോട് ദേഷ്യപ്പെട്ടിരുന്ന ആദർശ് ഇപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് 5 മുഴം പൂവ് ചോദിക്കുകയാണ്. അങ്ങനെ അവൾ 5 മുഴം പൂവെടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ്, പക്ഷേ സാറ് തന്നെ ഇപ്രാവശ്യം വാങ്ങിച്ച് പൂ മേഡത്തിന് തരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നല്ല സ്വഭാവമുള്ള ഭർത്താവാണ്. അന്ന് ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു, അന്ന് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നുള്ളൊരു കാര്യം ആ പൂക്കാരി പെണ്ണ് പറയുകയാണ്. അങ്ങനെ സന്തോഷത്തിൽ അവിടെ നിന്ന് ആ പൂക്കാരി പെണ്ണ് പോകുമ്പോൾ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ചില്ലറില്ലല്ലോ സാറേ എന്ന് പറയുമ്പോൾ, സാരമില്ല, നിങ്ങളത് ടിപ്പായിട്ട് വെച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആ പെണ്ണിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അവർ പോയതിന് ശേഷം ആദർശ് ഈ മുല്ലപ്പൂ എടുത്തിട്ട് നയനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദർശാണെന്നുണ്ടെങ്കിൽ അവിടെ കയ്യിലേക്ക് തന്നെ പൂക്കൾ വെച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, ഈ പൂ ആർക്കുള്ളതാണ്, ദൈവത്തിനുള്ളതോ അത് എനിക്കുള്ളതോ എന്ന് ചോദിക്കുകയാണ്.
പറയുകയാണ്. അപ്പോൾ നയനയുടെ അടുത്ത് ആദർശ് മറുപടി പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആ പൂവ് നൽകുന്നത്. അപ്പോൾ നയന അതിൽ നിന്നും കുറച്ച് പൂക്കൾ എടുത്തിട്ട് ആ വണ്ടിയിലിരിക്കുന്ന നമ്മുടെ ഗണപതി ഭഗവാനായിട്ട് സമർപ്പിക്കുന്നുണ്ട് കുറച്ച് പൂ. അതിനുശേഷം അവൾ പൂവെടുത്ത് തലയിലും ചൂടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെപ്പോലെ ഒന്നല്ല, ഏറ്റവും ഫസ്റ്റ് ഭഗവാന് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനും. ദൈവത്തിന് വെച്ചതിന് ശേഷം മാത്രമേ എനിക്കത് സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി എന്ന് പറയുകയാണ്. അപ്പോൾ നയന സാഹിത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പം നമ്മുടെ വണ്ടി മുഴുവനും നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ട്, അതുപോലെ തന്നെയാണ് ഇപ്പം എൻ്റെ മനസ്സ് നിറയും ഈ ഒരു മണം പടർന്നിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് കളിയാക്കിക്കൊണ്ട് നയനയുടെ അടുത്ത് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഈ ഒരു കാര്യം നമ്മുടെ അനിയോട് പറ, അവൻ ഇപ്പം തന്നെ നിനക്ക് വേണ്ടി ഒരു കവിത എഴുതി തരുമെന്ന് പറയുകയാണ്. അപ്പോൾ നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അനിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ നല്ല രീതിയിൽ തന്നെ കവിത എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ നല്ലൊരു കവിയായിട്ട് മാറും, ലോകം അറിയുന്ന ഒരു ഏറ്റവും വലിയൊരു കവിയായിട്ട് മാറും. നിങ്ങളാരും പ്രോത്സാഹിപ്പിക്കാത്ത കൊണ്ടാണ് അവൻ്റെ ഉള്ളിലെ കഴിവുകളൊക്കെ അങ്ങനെ ആയി പോയിരിക്കുന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതൊക്കെ തിരിച്ചറിയും, നോക്കിക്കോ, അവന് സപ്പോർട്ടായിട്ട് ഞാനും കൂടെയുണ്ട് എന്നും കൂടി നമ്മുടെ നയന പറയുന്നുണ്ട്. മതി, ഇനി നീ വലിയ കാര്യമൊന്നും പറയണ്ട, ഇതിനെപ്പറ്റി ഇനി സംസാരിച്ച് കാട് കയറും വേണ്ട എന്നുള്ളൊരു കാര്യം ആദർശ് നയനോട് പറയുകയാണ്. അങ്ങനെ അവർ വണ്ടി എടുത്തുകൊണ്ട് നയനയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാനകി ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ജലജ ചെല്ലുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാലോചിക്കുന്നുണ്ട്, അവൾ സങ്കടപ്പെട്ടിരിക്കുക, ഒരു കാര്യം ചെയ്യുക, കുറച്ചും കൂടി ഒന്ന് അവളുടെ അടുത്ത് പോയിട്ട് ഇളക്കി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജലജ നേരെ ജാനകിയുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ജാനകി എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ജലജയ്ക്കറിയാം. എന്നാലും പോയി ചോദിക്കുകയാണ്, എന്ത് പറ്റി ജാനകി, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അതൊന്നുമില്ലയെന്ന്. അപ്പോൾ ജാനകിയുടെ അടുത്ത് വീണ്ടും ജലജ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, അമ്മയോ ദേവയാനിയോ ഇനി വല്ല ഏട്ടനോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ജലജ പറയുകയാണ്, അവരാരുമല്ല എന്നെ മനസ്സ് വേദനിപ്പിച്ചത്, നിങ്ങളുടെ മരുമകൾ ആണെന്ന് പറയാണ്, നവ്യാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവൾ ഈ വീട്ടിൽ യോജിക്കാത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു, അത് ഞാൻ ശരിയല്ല മോളെ, ഇതിട്ടുകൊണ്ട് പോവരുതെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുകയാണ്. ആണോ, അങ്ങനെ സാമർത്ഥ്യമായോ? അവൾ വരട്ടെ, ഇന്നത്തോടുകൂടി ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകണം, മൂത്തവരടുത്ത് എന്ത് സംസാരിക്കണമെന്നൊന്നും അറിയാതെ അവൾ നടക്കുകയാണോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് മുത്തശ്ശിയും ദേവയാനിയും വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഒരു വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അതേ, ആ നവ്യയില്ലേ എൻ്റെ മരുമോളെന്ന് പറയുന്നത്, അവൾ ജാനകിയുടെ അടുത്ത് വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, മുതിർന്നവരുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിലൊക്കെയാണ് അവൾ സംസാരിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ജാനകിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, നവ്യ ഒരു ഷോർട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ ഇങ്ങനത്തെ വസ്ത്രമൊന്നും ധരിച്ചുകൊണ്ട് നടക്കരുത്, ഈ വീട്ടിലുള്ള ആരും തന്നെ ഇങ്ങനെയൊന്നും ധരിച്ചുകൊണ്ട് നടക്കാറില്ല, അതേപോലെ തന്നെ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതാണ്, അപ്പോൾ നീ അതിനനുസരിച്ച് മാന്യമായിട്ടൊക്കെ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരാണ് ചോദിക്കാനെന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലൊന്നും കൈ കടത്താനായിട്ട് വരണ്ട, ആര് പറഞ്ഞാലും എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെ വീട്ടിൽ നിന്ന് പുറത്ത് പോയി എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ട് മുത്തശ്ശി, അതങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, ഈ വീട്ടിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിക്കില്ലേ, അതിനിങ്ങനെ തർക്കുത്തരം പറയുകയാണ് വേണ്ടത് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അത് തന്നെ, ഇന്ന് തന്നെ അവളുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കണം എന്ന് ജലജ പറയുകയാണ്. അപ്പോൾ ജലജയുടെ പെരുമാറ്റം കണ്ടിട്ട് ദേവയാനിക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എപ്പോഴും ജാനകിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജലജയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ജാനകിയെ സപ്പോർട്ട് ചെയ്തിട്ട് അവളെ വിഷമം മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ജലജയെ നീ ഇത്ര ദിവസം കുറ്റപ്പെടുത്തിയിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് നിനക്കൊരു മാറ്റം എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ജലജയുടെ അടുത്ത് ദേവയാനി. അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ തലയ്ക്കല്ലേ കയറുന്നത്, അതുകൊണ്ട് ഇവളുടെ തെറ്റുകളെല്ലാം നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് ചോദ്യം ചെയ്യണം, ഇന്നത്തോടുകൂടി അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്ന് ജലജ പറയുന്നുണ്ട്.
അപ്പം നമ്മുടെ ദേവയാനിയാണെന്നുണ്ടെങ്കിൽ നേരെ ജാനകിയുടെ അടുത്ത് പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് കാണിക്കുന്നത് നയനയും ആദർശും കൂടിയിട്ട് വീട്ടിലേക്ക് യാത്ര തുടരുന്നതാണ്. അതിനുശേഷം കാണിക്കുന്ന നന്ദാവനാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നന്ദുവും അച്ഛനും അമ്മയും കൂടി ആകെ വിഷമത്തിലിരിക്കുകയാണ്. കാരണം ആ പലിശക്കാരൻ്റെ പലിശയെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി അയാളെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും. അനന്തപുരിയിലെ വല്ലവരും വീട്ടിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് ചന്ദ്രൻ വന്ന് ഇതേപോലെ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം മോശമായി പോകും. അതിനു മുമ്പ് എന്തെങ്കിലും പലിശയെങ്കിലും അയാൾക്ക് കൊടുക്കണമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അയാൾ പറഞ്ഞ വർത്താനത്തിന് നമ്മളൊന്നും കൊടുക്കൊന്നും വേണ്ട എന്നും കൂടി പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാച്ചാ, നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ ഇതേപോലെ ഇനി വല്ലതും വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ കനകയാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഇനി വേറൊരു വഴിയുമില്ല, എൻ്റെ കാതി കിടക്കുന്ന ഈ ഒരു കമ്മലുള്ളൂ ഇനി ബാക്കി, അപ്പോൾ ഇതും കൂടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് അയാളെ പൈലീശ എങ്ങടും കൊടുത്ത് തീർക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയാണ്, അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കമ്മലല്ലേ ഉള്ളൂ, ഇതും കൂടിയല്ലേ ഉള്ളൂ, അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പലതും ഉണ്ടാവും മോളെ, പക്ഷെ നമ്മളെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അതൊക്കെ നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും, സാരമില്ല, ഇത് കൊണ്ടുപോയി വെച്ചിട്ട് വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അയാൾക്ക് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, വേണ്ട കനകെ, ഇനി അതും കൂടിയല്ലേ ഉള്ളൂ, അത് ഒന്നും ചെയ്യണ്ട, ഞാൻ വേറെ വല്ല വഴിയുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇനി വേറൊരു വഴിയും നോക്കണ്ട, ഇത് കൊണ്ടുപോയി ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് കനക കാതിൽ നിന്ന് കമ്മൽ ഊരിയിട്ട് ഗോവിന്ദനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദനാണെങ്കിൽ മടിച്ച് നിൽക്കുകയാണ് കമ്മൽ വാങ്ങാനായിട്ട്. അപ്പോൾ കനക കൈ പിടിച്ചിട്ട് കമ്മൽ ഏൽപ്പിക്കുകയാണ്. ആ സമയം പുറത്ത് ആദർശും നയനയും കൂടി കാറിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് നിന്നപ്പോൾ നയന പറയുന്നുണ്ട്, വായു ആദർശേട്ടാ, വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വേണ്ട, ഇനിയിപ്പം ഞാൻ നിന്നെ ഇവിടെ വീട്ടിലൊക്കെ കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലയൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലാൻ വൈകിപ്പോവും, അതുകൊണ്ടാണെന്ന് പറയുകയാണ്. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആദർശിനോട് പറയുന്നുണ്ട്, കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്ക്, ഞാൻ വന്ന് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യം ആദർശ് നയനയോട് പറയുന്നുണ്ട്. അങ്ങനെ നയന കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് കാർ ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ നയനയെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നയനയ്ക്കാണെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ടൊക്കെ ആദർശ് സംസാരിക്കുന്നത് കേട്ടിട്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവൾ വളരെയധികം സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ആദർശിന് ടാറ്റ കൊടുക്കുകയാണ്. അങ്ങനെ നയന നേരെ ആദർശ് പോയതിന് ശേഷം വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുകയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നന്ദുവും നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനെ കണ്ട വശം തന്നെ കനക ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, മോള് എന്താണ് വിളിക്കാതെ പറയാതൊന്നും വന്നത്, വരുമെന്നൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന പൈസ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാനിത് അമ്മയെ അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് വന്നതാണ്, ഇതിൽ കുറച്ച് പൈസയുണ്ട്, അത് തരാനായിട്ട് വന്നതെന്ന് പറയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോൾ എന്ത് പരിപാടി കാണിച്ചത്, അങ്ങനെ ചെയ്യുന്നത് ഇത്ര വളരെ മോശമായ കാര്യമാണ്, മോളെ വീട്ടിലെ പൈസ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം നാണക്കേട് വേറെ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ഇത് അവിടെ നിന്നും കൊണ്ടുവന്ന കാശല്ലച്ചാ, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, അനന്തപുരിയിലെ പൈസ ഒന്നും കൊണ്ടുവന്ന് ഇവിടെ തരുന്നത് മോശമാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയാണ്. ഞാൻ ആദർശേട്ടൻ്റെ കമ്പനിയിലേക്ക് 2-3 ഡിസൈൻസ് വരച്ചു കൊടുത്തു, അതിൻ്റെ പ്രതിഫലമായിട്ട് തന്ന പൈസയാണ്. ആദർശേട്ടൻ പറഞ്ഞായിരുന്നു, നിനക്കിഷ്ടമുള്ളത് നീക്ക് ഈ പൈസ കൊണ്ട് ചെയ്യാം, എന്നോട് പറയൊന്നും വേണ്ട എന്ന് പറഞ്ഞായിരുന്നു, അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു പൈസ എടുത്തിട്ട് ഗോവിന്ദൻ്റെ കയ്യിലേക്ക് നീട്ടുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ മടിച്ച് നിൽക്കുകയാണ്, കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അച്ഛാ ഇത് മേടിക്കൂ എന്ന് രണ്ടാമതും പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, കനകെ നീ ആ പൈസ വാങ്ങിച്ചോ മോളുടെ കയ്യിലെന്ന് പറയാണ്. അങ്ങനെ അപ്പോഴും ഗോവിന്ദൻ കൈ തുറക്കാതെ കൈ ചുരുട്ടി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കനകയുടെ കയ്യിലേക്ക് ഈ പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കനകയുടെയും ഗോവിന്ദൻ്റെ ഒക്കെ മുഖം കണ്ടിട്ട് നയനയ്ക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ കൈ നീട്ടാത്ത, കയ്യിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല മോളെ എന്ന് ഗോവിന്ദൻ മറുപടി പറയുന്നുണ്ട്. ഒന്നുമില്ലാതിരിക്കില്ലല്ലോ, അച്ഛൻ കൈ തുറക്ക് എന്ന് പറയുമ്പോൾ കൈ തുറന്ന് നോക്കുമ്പോൾ കനകയുടെ കാതിൽ കിടക്കുന്ന കമ്മലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിതിപ്പോൾ കൊണ്ടുപോയി പണയം വിൽക്കാനായിട്ട് പോവുകയായിരുന്നല്ലേ, അല്ലെ വിൽക്കാനായിട്ടായിരുന്നു പോയിരുന്നത്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമ്മലല്ലേ, അമ്മയുടെ കാതിൽ ഇത് കിടക്കുന്ന കാണാനാണ് നല്ല ഭംഗി, അല്ലാതെ നിങ്ങൾ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങളെ സഹായിച്ചോളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് ആ കമ്മൽ വാങ്ങിച്ചിട്ട് നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ കനകയുടെ കാതിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കനകയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. കാരണം അവൾക്ക് ഇപ്പോഴും വീട്ടുകാരോടുള്ള ഒരു സ്നേഹം ഒന്നും തന്നെ പോയിട്ടുമില്ല, അത് കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പറയുകയാണ്, നമുക്ക് ഒരു മൂത്ത മോളുണ്ടല്ലോ, അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടങ്ങളൊക്കെ മേടിച്ചത്, എന്നിട്ട് അവൾ പോയതിന് ശേഷം ഒരു വാക്ക് പോലും ഒന്ന്
വിളിച്ച് ചോദിച്ചിട്ടില്ല. എന്നിട്ട് എൻ്റെ മോളാണെങ്കിൽ ഇപ്പോഴും ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, എനിക്ക് ചേച്ചിയെ പോലെ ചിന്തിക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ അച്ഛനെയും അമ്മയെയും അനിയത്തിയെ പറ്റിയും എനിക്കിപ്പോഴും ചിന്തയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോഴും പണിയെടുത്തിട്ട് പൈസയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. അതൊക്കെ പോട്ടെ, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ്. എത്ര നാളായി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓടി പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണ്. മോള് വെയിറ്റ് ചെയ്യ്, മോൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ അമ്മ ഇപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കനക നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നും കൂടി നമ്മുടെ നയന അവിടെയുള്ളവരോട് പറയുന്നുണ്ട്. അപ്പം നയന വന്നതിൽ വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ നന്ദാവനം കാണപ്പെടുന്നത്. അങ്ങനെ ചിരിച്ച് നിൽക്കുന്ന നമ്മുടെ ബാക്കി എല്ലാവരെയും കാണിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അതേപോലെ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമുക്ക് ഒരു ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ കഥയുടെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.